ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന പതിവ് പോലെ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതാ വന്നിരിക്കുക കേട്ടോ. ഇന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മളെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതാക്കുന്ന നമ്മൾ ഇന്നലെ ഞാൻ ഇതാക്കുന്ന നമ്മുടെ ചെറിയൊരു നെറ്റിൻ്റെ ഒരു കൂടുണ്ടായിരുന്നു, ചെറിയൊരു കൂടാട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇതാക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അറിയാലോ ഇവിടെയുള്ള വലിയ കൂടുകളൊക്കെ നെറ്റിൻ്റെ കൂടാട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ വലിയ കൂട്ടിലേക്ക് മാറ്റിയ സമയത്ത് തെർമാക്കോളിൻ്റെ ഒരു ബോർഡ് ഇട്ടൊരു വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ എന്താ പറയുക, തെർമാക്കോളിൻ്റെ ആ ഒരു പെട്ടിയൊക്കെ അത് നെറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിയിട്ട് ആകെ ഒരു കൂടൊക്കെ ഒരു വൃത്തികേടായിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇവർ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ കൂട്ടിലേക്ക് ചെറിയൊരു ഗ്രില്ലിൻ്റെ ഒരു കൂട്ടിലേക്ക് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അതുമല്ല, നമ്മുടെ തള്ളക്കോയിനെ ഇപ്പം താൽക്കാലികമായിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ടതാണ്. തള്ളക്കോയി ഉണ്ടെങ്കിൽ നമ്മളെ കൂടൊക്കെ ആകെ നാശകോലാക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഇതാക്കുന്ന ഇത് നെറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ അടിയിൽ വിരിച്ചതാട്ടോ. ന്യൂസ് പേപ്പറും പിന്നെ വെള്ളവും തീറ്റയൊക്കെ നമ്മൾ കൂട്ടിൽ തന്നെ വെച്ച് കൊടുത്താണ്, പുറത്തേക്കൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. പിന്നെ തള്ളക്കോയിനെ നമ്മൾ ഇതിലേക്ക് ഇടാത്തതെന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ പുറത്തേക്ക് ഞാൻ തുറന്ന് വിടാറുണ്ട്. അവളുണ്ടെങ്കിൽ ആകെ ഒക്കെ ചെനക്കിയിട്ട് ആകെ പേപ്പറൊക്കെ നാശമാക്കും. അതെല്ലാം അവരെ തീറ്റയും ഒക്കെ അവർക്ക് തിന്നാനും കിട്ടൂല, അങ്ങനെയുള്ളൊരു ഇതാട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം തള്ളക്കോയിനെ പുറത്തേക്ക് തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും കൂടിൻ്റെ ഒരു പരിസരത്ത് തന്നെ വരും. പിന്നെ അതുമല്ല, ബാക്കിയുള്ള കോഴികളൊക്കെ കൈ കിട്ടിയാലൊക്കെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊത്തി അവൾ നാശാക്കിക്കാളും കേട്ടോ. ആ ഒരു ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വിടാത്ത ഒരു ദേഷ്യം അത് വേറെ കുഞ്ഞുങ്ങളുടെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നലെ ഞാൻ നമ്മുടെ ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, നടക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാകുന്നൊക്കെ. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കൂട്ടിൻ്റെ അടിയിൽ നെറ്റ് ആയതുകൊണ്ട് അവരെ കുഞ്ഞി കാലല്ലേ, അപ്പോൾ ആ ഒരു കൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ തള്ളക്കോയി ഇതാക്കുന്ന കട്ട വെയിറ്റിങ്ങില്ല കേട്ടോ. നമ്മുടെ കൂടിൻ്റെ ആ ഒരു ചെറിയ ഭാഗത്താണെങ്കിലും ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ തീറ്റ കൊത്താനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മോൾ ഭാഗത്താട്ടോ, വലിയ കോഴികൾക്കൊന്നും ഇതാക്കാൻ പറ്റില്ല, കയറാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെ കോഴി ഇതാക്കുന്ന ഇവിടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കാവലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ തന്നെ. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലെസോട്ട വാക്സിൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാളെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ 3 ദിവസമായിട്ടല്ലേ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇവിടെയുള്ള കോഴികൾക്കൊന്നും മൊത്തം വാക്സിനൊന്നും അല്ല കൊടുത്ത്, ലെസോട്ട വാക്സിൻ മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കാറുള്ളൂ. പിന്നെ മൊത്തം വാക്സിനൊന്നും കൊടുക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ വാക്സിനുകൾ കൊടുക്കാതെ ആയിട്ട് നമ്മുടെ കോഴികൾ ചത്തുപോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് നാളെ വാക്സിൻ കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമായിട്ടൊന്ന് വന്നത്. പിന്നെ എന്തായാലും നമ്മുടെ കോഴികളൊക്കെ ഇതാക്കുന്ന പുറത്തേക്ക് തന്നെയായിട്ട് ഞാനിപ്പോൾ അയച്ചു വിടുന്നത്. പിന്നെ ഇപ്പോൾ നല്ല മഞ്ഞും അതേപോലെ നന്നായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മൾ മനുഷ്യർ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു ചൂട് കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ചൂടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ എടുത്തത്. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാതെ കാരണം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇന്നലെ ചെറുതായിട്ടൊന്ന് മടി കുടുങ്ങി. പിന്നെ അതുമല്ല, നമ്മുടെ ചാനലിൽ ഇപ്പോൾ വലിയ വ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ ഒരു മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഇന്നലെ നമ്മുടെ കൂടിൻ്റെ ആ ഒരു ഏരിയൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ വെയിലാട്ടോ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു പണിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്താക്കുന്ന ഞാൻ ചെറുതായിട്ട് നമ്മളെ കൂടിൻ്റെ ആ ഒരു വലയൊക്കെ പൊളിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യന്. അപ്പോൾ എന്തായാലും രണ്ടാമത് നമ്മുടെ വലയൊക്കെ ഒന്നും കൂടി റെഡിയാക്കി എടുക്കണം. കൂട് മൊത്തം പോയി. ഇന്നലെയും മണ്ണെടുക്കാൻ വന്നപ്പം കയറിൽ കൊണ്ടിട്ട് അങ്ങനെയായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കയറ് മുറിച്ചിട്ടാട്ടോ. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇന്നലെ ഞാൻ ഓരോ ഓലക്കണ്ണിയും ഇതൊക്കെ ഞാൻ കൂടിൻ്റെ അടിഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഓലക്കണ്ണിയൊക്കെ നല്ല തണുപ്പാട്ടോ. പിന്നെ ഈ ഒരു തണുപ്പ് കാരണം കൂടിൻ്റെ ആ ഭാഗത്തേക്ക് കയറാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. ചെറിയ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക, ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇന്നലെ. ഇനിയിപ്പോൾ നമ്മുടെ വലയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൂടിൻ്റെ ഒരു ചെറിയൊരു പണിയൊക്കെ മനുഷ്യരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലയൊക്കെ റെഡിയാക്കി തരാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം.
നമ്മുടെ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മളെ കൂട്ടുകാരൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തിരക്കിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.